നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നേരമാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. CPM-ന്റെ ജനകീയ പ്രതിരോധ യാത്രയിലേക്ക് ഒടുവിൽ EP ജയരാജൻ എത്തുന്നു. യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ EP ജയരാജൻ പങ്കെടുക്കും. ജയരാജൻ എത്തുന്നത് ജാഥയിലെ തന്റെ അസാന്നിധ്യം വിവാദമായതിന് പിന്നാലെ. തൃശൂരിൽ വാഹന ഷോറൂമിൽ വൻ തീപിടുത്തം. കുട്ടനെല്ലൂരിലെ ജീപ്പ് ഷോറൂം പൂർണ്ണമായും കത്തിനശിച്ചു. തീയണയ്ക്കാൻ കഠിന ശ്രമം തുടർന്ന് അഗ്നിരക്ഷാസേന. സംസ്ഥാന വ്യാപകമായി സീബ്ര ലൈനുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. സീബ്ര ലൈനിൽ നിർത്താത്ത 100-ലേറെ വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. നടപടി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നടപടി സിസോദിയയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന്. ഇതിൽ കൂടുതൽ CBIയുടെ കസ്റ്റഡിയിൽ വെക്കരുതെന്ന് സിസോദിയ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സെമി കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. ബംഗളൂരുവിന്റെ ജയം ഛേത്രി നേടിയ വിവാദ ഫ്രീ കിക്ക് ഗോളിൽ. ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തിയാക്കാതെ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങി. രണ്ടാം നോക്കൌട്ട് മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ഇന്ന് ഒഡീഷയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് മുംബൈയിൽ തുടക്കം.